മെസ്സിക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ റെസ്പെക്ട്, അല്ലെങ്കിൽ മെസ്സിക്ക് അർജന്റീനിയൻ ടീം കൊടുക്കുന്ന ഒരു വാല്യൂ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പോർച്ചുഗലിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഫുട്ബോൾ കാണുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും അത് കാണുന്നതാണ്. നമ്മളത് കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ സാധനം മാറിയിരിക്കുന്നു കഴിഞ്ഞ നേഷൻസ് ലീഗോട് കൂടി. കഴിഞ്ഞ നേഷൻസ് ലീഗിലെ ഇതുവരെ കണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല പോർച്ചുഗൽ ടീമിന്റെ. നേഷൻസ് ലീഗ് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി, റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗൽ ടീമിനെ, റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോർച്ചുഗൽ ടീമിനെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കാരണം പല വീഡിയോസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. റൊണാൾഡോയെ അവർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം റൊണാൾഡോയെ നമ്മൾ ഇങ്ങനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. റൊണാൾഡോ നമ്മുടെ ലെജൻഡാണ്, നമ്മുടെ എല്ലാമാണ്. അർജന്റീനയ്ക്ക് മെസ്സി എന്നതുപോലെ ഒരു സാധനമാണല്ലോ ഇത്. നമ്മളെന്താ ഇത് മനസ്സിലാക്കാത്തത് എന്നുള്ള ആ ഒരു സാധനം പോർച്ചുഗൽ ടീമിന്റെ മൊത്തത്തിൽ വന്ന് ചിലപ്പോ ഒരുപക്ഷെ അത് മാനേജറുടെ ഒരു ഇടപെടലാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അത് എന്തായാലും ടീമിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. കാരണം റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗൽ ടീമിനെ എനിക്ക് വായിക്കണം. കാരണം അവര് അർജന്റീന മെസ്സിക്ക് വേണ്ടി കളിച്ചതുപോലെ പോർച്ചുഗൽ റൊണാൾഡോയ്ക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ 2026 വേൾഡ് കപ്പ് പോർച്ചുഗലിൽ ഇരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് ലോകത്തുള്ളതിലെ ഏറ്റവും മികച്ച സ്കോർ ഉള്ളത് പോർച്ചുഗൽ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവര് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ പോർച്ചുഗൽ തന്നെ തൂക്കും ഈ കപ്പ്.